പെറ്റമ്മയോളം പറ്റില്ല മക്കളെ, 10 അമ്മ ചമഞ്ഞു വന്നാൽ. ഭാര്യ എത്ര വേണമെങ്കിലും, കുട്ടികൾ എത്ര വേണമെങ്കിലും ആവാം. അമ്മ, അച്ഛൻ, കാർന്നോന്മാരെന്ന് പറയും. അവരെ ഒരിക്കലും വൃദ്ധസദനത്തിലാക്കരുത്. കാരണം നമ്മൾക്കൊരിക്കലും മോചനമുണ്ടാവില്ല അവരുടെ ശാപം മേടിച്ചു കഴിഞ്ഞാൽ. അവരെ ഒരിക്കലും വൃദ്ധസദനത്തിലാക്കരുത്. കാരണം അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ കർമ്മങ്ങൾ അത് വെറും പാഴ്വാക്കാണ്. ഒരിക്കലും ഒരു കാരണവശാൽ ആണ്ടുബലിയിടാനും കർമ്മങ്ങൾ ചെയ്യാനും പോകരുത്. ജീവിച്ചിരിക്കുമ്പോൾ നോക്കാത്തവരെന്തിനാണ് ആവശ്യമില്ലാതെ ബലിയിടാൻ പോകുന്നത്? പൊതുജനങ്ങളെ കാണിക്കാനോ? അതുകൊണ്ട് ഒരാവശ്യവുമില്ല. കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയണ കേട്ടിട്ടില്ലേ? അതാണ് 4 തലമുറ വരെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാരണവന്മാരെ ഒരിക്കലും വൃദ്ധസ്ഥാനത്തിലാക്കരുത്. അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നോക്കി വേണം അവരുടെ മുതലുകൾ അനുഭവിക്കാൻ, അവരുടെ കുട്ടികളായിട്ടും 4 തലമുറ വരെ. അതുകൊണ്ട് ഒരു കാരണവശാലും കാരണവന്മാരെ വൃദ്ധസദനത്തിലാക്കരുത്. അവരെ നല്ലവണ്ണം പരിപാലിക്കുക. എന്നിട്ട് വേണം അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് മാത്രമാണ് പ്രയോജനമുള്ളത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ബി കെയർഫുൾ.